സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങളുടെ വിലവർധന ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. കോഴിക്കോട്ടെ സപ്ലൈകോ ഔട്ട്ലെറ്റിന് മുന്നിൽ നിന്ന് സമീർ സി മുഹമ്മദും ചേരുന്നുണ്ട് തത്സമയ വിവരങ്ങളുമായി. സമീർ, എന്താണ് അവിടുത്തെ സാഹചര്യം? ഈ സബ്സിഡി ഇനങ്ങൾ നിലവിൽ ഇല്ല ഒരു ഔട്ട്ലെറ്റിലും എന്ന വ്യാപകമായ ആക്ഷേപമുണ്ട്. കോഴിക്കോട് ഔട്ട്ലെറ്റിലും അതാണോ സ്ഥിതി? വേണു, ഭക്ഷ്യവസ്തുക്കളുടെ സബ്സിഡി നിരക്ക് 35% കുറച്ചിരിക്കുന്നു. 70% വരെ സബ്സിഡി ലഭിച്ചിരുന്ന ഇടത്താണ് ഇത്തരമൊരു നടപടിയിലേക്ക് സർക്കാർ നീങ്ങിയിരിക്കുന്നത്. സ്വാഭാവികമായും വലിയ രീതിയിലുള്ള ഒരു വിലക്കയറ്റം ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് പാളയത്തെ സപ്ലൈകോ ഔട്ട്ലെറ്റാണ്. ഇവിടെ ഭക്ഷ്യ വസ്തുക്കൾ നിലവിലുണ്ട്. അതിലിപ്പോൾ സബ്സിഡി ഇനത്തിൽ വെളിച്ചെണ്ണ മാത്രമാണ് ഉള്ളത്. സബ്സിഡി ഇനത്തിലും മറ്റും അല്ലാതെ നൽകാനാവാത്ത വിധത്തിലുള്ളത് മുളകും അതുപോലെ തന്നെ പഞ്ചസാരയുമാണ്. അത്തരത്തിലുള്ള വസ്തുക്കൾ ഒന്നും ഇവിടെയില്ല. മറ്റ് വസ്തുക്കൾ ഉള്ളത് ഉഴുന്ന്, വൻപയർ, അതുപോലെ തുവരപ്പരിപ്പ്, ചെറുപയർ, കടല ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഉണ്ട്. അത് ഒന്നും തന്നെ ഇപ്പോൾ ഈ സബ്സിഡി ഇനത്തിൽ നൽകാൻ കഴിയുന്നതല്ല. മറ്റ് പ്രീസെയിൽ വിലയിൽ മാത്രമേ അത് ലഭ്യമാവുന്നുള്ളൂ. നമുക്കൊപ്പം ഇവിടെ വസ്തുക്കൾ വാങ്ങാൻ വന്നിട്ടുള്ള വീട്ടമ്മമാർ കൂടി ചേരുന്നുണ്ട്. അവരുടെ സ്ഥിരം വരുന്നവരാണ്. അവർക്ക് എന്തൊക്കെ വസ്തുക്കളാണ് ആവശ്യമെന്നും അവർ എന്തൊക്കെയാണ് ഇനി വാങ്ങുന്നതെന്നും നമുക്ക് അവരുടെ തന്നെ ചോദിച്ചറിയാം. ചേച്ചി, പേരെങ്ങനെയാണ്? ഷീബ. എൻ്റെ പേര് ഷീബ. ഞാൻ പുതിയാപ്പയെന്ന് ഇവിടെ ടൗണിലേക്ക് ജോലിക്ക് വരികയാണ്. അപ്പോൾ ഞാൻ ഡെയിലി ഇവിടുന്ന് സാധനം വാങ്ങണ ആളാണ്. പക്ഷേ എപ്പോൾ വന്നാൽ ഇപ്പോൾ 3-4 മാസമായി എപ്പം വന്നാലും തിരിച്ചു പോരും. വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ ഇവിടെ. സാധനം വരും. പക്ഷേ ഇവർ പറയണത് എന്തെന്നറിയോ, ഇതുവരെ ഉള്ളതിനെക്കാട്ടിയും കുറച്ചും കൂടി വില കൂട്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ സാധനം എത്തിയിട്ടില്ല. കാരണം ഞങ്ങൾ പാവപ്പെട്ടങ്ങൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് സാധനം വാങ്ങി കൊണ്ടുപോയി ജീവിക്കണങ്ങളാണ്. അപ്പോൾ ഇവിടെ മുട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ വില കൊടുത്ത് വാങ്ങണം, ജീവിക്കണ്ടേ. അല്ലാണ്ട് ഇപ്പോൾ ആത്മഹത്യ ചെയ്യാനൊന്നും പറ്റൂല അല്ലേ. അപ്പോൾ ഞങ്ങൾ ഉള്ള സാധനം വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചു പോകും. അപ്പോൾ ഇത് സർക്കാർ ഞങ്ങളോട് ചെയ്യേണ്ട വലിയ ഒരു അനീതിയാണ്. കാരണം സർക്കാരും കൂടി അറിഞ്ഞുകൊണ്ടാണല്ലോ ഇത്. സർക്കാരിന് അറിയാമല്ലേ, അവരെ വിട്ടെങ്കിലേ ഇവർക്ക് സാധനം. ഇവിടെയുണ്ട് 3-4 തൊഴിലാളികൾ, അവരും ജീവിക്കണം. ഇവിടെ വരണങ്ങൾ അവരെ ചീത്ത പറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് ഗുണമൊന്നും ഇല്ല അല്ലേ. അതാ പറഞ്ഞത്. എന്തൊക്കെ വാങ്ങിക്കാനാ ചേച്ചി വന്നത്? ഞാൻ മുളക്, പഞ്ചസാര, മല്ലി, എനിക്ക് ഉഴുന്ന്, അതൊക്കെ എനിക്ക് വേണ്ട. വീട്ടാവശ്യത്തിന് വേണ്ട എല്ലാ സാധനങ്ങളുണ്ട്. അപ്പം വില കൊടുത്ത് വാങ്ങുമ്പോൾ ഇതാകുമ്പോൾ നമുക്ക് സബ്സിഡീൻ്റെ ഓരോ കിലോങ്ങളും ഉണ്ടാവും. അല്ലാണ്ട് നമ്മൾ എല്ലാം കുറച്ച് ചുരുക്കിയിട്ട് ഒരു 500 കണ്ട് വിലേൻ്റെ വാങ്ങിയിട്ട് പോകും. നമുക്ക് വേണ്ട, നമുക്ക് വീട്ടിലുള്ള ആവശ്യങ്ങൾക്ക് എന്തായാലും സാധനം വേണ്ടേ. അപ്പോൾ അതാണ് നമ്മളെ അവസ്ഥ. വേണു, ഇത്തരത്തിലാണ് നമ്മളോട് വീട്ടമ്മമാർ പ്രതികരിക്കുന്നത്. സ്വാഭാവികമായും വീട്ടമ്മമാരുടെ ഭാഗത്ത് നിന്ന് വലിയൊരു പ്രതിഷേധം തന്നെ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ട്. വലിയ രീതിയിലുള്ളൊരു വിലവർദ്ധനവിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ സ്വാഭാവികമായും അത് അവരെ അടുക്കളയെ അത് ബാധിക്കുന്നു, ജനജീവിതത്തെ വലിയ രീതിയിൽ അത് ബാധിക്കുന്നു. എന്തായാലും കോഴിക്കോട് പാളയത്തെ ഈ സപ്ലൈകോ ഔട്ട്ലെറ്റിലെ ഒരു കാഴ്ചയാണ്. ആളുകൾ ഇവിടേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്, സാധനങ്ങളൊക്കെ വാങ്ങി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ സബ്സിഡി ഇനത്തിൽ ഇവിടെ നിന്ന് നൽകാനാവുന്നത് വെറും വെളിച്ചെണ്ണ മാത്രമാണ്. മറ്റ് ഒരു വസ്തുവും സബ്സിഡി ഇനത്തിൽ നൽകാൻ ഉള്ള സ്റ്റോക്ക് ഇല്ല എന്നാണ് ഇവിടുത്തെ ജീവനക്കാർ പറയുന്നത്. വേണു, സമീർ സി മുഹമ്മദാണ് കോഴിക്കോട്ടെ സപ്ലൈകോ ഔട്ട്ലെറ്റിൽ നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത്.